ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാരോ ജോമെട്രി ആൻഡ് അൽജിബ്രയിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കണം, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, എന്തൊക്കെ ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇൻ ദ ഫിഗർ കോർഡിനേറ്റ്സ് ഓഫ് 3 വേർട്ടീസസ് ഓഫ് പാരലോഗ്രാം ABCD ആയിരിക്കും അല്ലേ? അതായത് ഒരു പാരലോഗ്രാമിലെ 3 വേർട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് സി എന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് കാണാനാണ് അല്ലെ. ബി ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AC. AC പറഞ്ഞ ഇതൊരു ഡയഗണൽ ആണ് അല്ലെ, ഇതിന്റെ ലെങ്ത് കാണാനല്ലേ. എന്താ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ് അല്ലെ. അതായത് ഈ ഡയഗണൽസിന്റെ നമ്മളെ ഡയഗണൽസിന്റെ ഇന്റർസെക്ഷനിൽ അവിടുത്തെ കോർഡിനേറ്റ് കാണാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ടോ. മലയാളം മീഡിയക്കാർ നോക്കാം, മലയാളം മീഡിയക്കാരൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ചിത്രത്തിൽ സമാന്തരികം ABCD-യുടെ 3 മൂലകളിലൂടെ സൂചനകൾ നൽകിയിട്ടിരിക്കുന്നു അല്ലെ. എ ക്വസ്റ്റ്യൻ എന്താ? സി ഇവിടെ സൂചസംഖ്യ എഴുതാൻ, അതായത് സി എന്ന ബിന്ദുവിന്റെ സൂചസംഖ്യ എഴുതാനല്ലേ. ബി ക്വസ്റ്റ്യൻ എന്താ? AC എന്ന വികരണത്തിന്റെ നീളം കണക്കാക്കുക അല്ലെ. അതായത് AC പറഞ്ഞ ഒരു വികരണം പോ അതിന്റെ നീളം കണക്കാക്കാനാണ്. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്തരികത്തിന്റെ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുക. അതായത് ഇതാണ് സംഭവം. ഇതിന്റെ വികരണങ്ങൾ ഇതല്ലേ, നമ്മൾ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിന്റെ സൂചസംഖ്യ കാണാനാ പറഞ്ഞല്ലേ. ഓക്കെ, ആവുമ്പോ ചെയ്യാം. ഞാൻ നേരെ ക്വസ്റ്റ്യൻ കിടക്കട്ടെ. ഞാൻ ആദ്യം ഒരു പാരലോഗ്രാം വരയ്ക്കട്ടെ കേട്ടോ. ഒരു സാമാന്തരികം വരയ്ക്കട്ടെ. ഓക്കെ, ഇതല്ലടാ ഏകദേശം അതേപോലെ ഇല്ലേ? ഏതൊക്കെ നമ്മളെ കോർഡിനേറ്റ് ഏതൊക്കെ? ഇവിടെ എന്താണ് 7,5. മക്കളെ കൂടെ നിക്കണേ. എന്താ ഇത്? അടുത്ത കോർഡിനേറ്റ് എന്താടാ? 12,7 അല്ലേ. 12,7. അടുത്തത് 10,11 അല്ലേ. 10,11. ഇത് A, ഇത് B, ഇത് C, ഇത് D അല്ലെ. ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ക്വസ്റ്റ്യൻ എന്താ? സി എന്ന റൈറ്റ് കോർഡിനേറ്റ് ഓഫ് സി അല്ലെ. സിന്റെ സൂചസംഖ്യ ഏതാണല്ലേ പറഞ്ഞത്. നോക്കിക്കുക, അതിനൊരു എളുപ്പ പണി ഉണ്ട്, ശ്രദ്ധിക്കണേ. എന്ത് ചെയ്താൽ മതിയാരോ എന്ത് ചെയ്താൽ മതിയാരോ? നോക്കിയോ. ഇതിന്റെ കോർഡിനേറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എക്സുകൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നില്ലേ, എക്സിന്റെ കോർഡിനേറ്റ് നമ്മൾ കൂട്ടുക. എക്സുകൾ തമ്മിൽ കൂട്ടിയതാ ഓപ്പോസിറ്റ് 10ഉം 12 അല്ലെ. 10ഉം 12 കൂട്ടിയ എത്രടാ? 22 അല്ലെ. ഓപ്പോസിറ്റ് കിടക്കുന്ന എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ കൂട്ടുക അല്ലെ. പിന്നെന്ത് ചെയ്യാ? ഇവിടെ അങ്ങോട്ട് കുറയ്ക്കുക. 10ഉം 12 കൂട്ടുക. 10ഉം 12 കൂട്ടുക എത്ര? 22. അതിൽ എന്ത് ചെയ്യുക? 7 കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? 15. മനസ്സിലായില്ല? എന്നാ വൈൻ്റെ നോക്കിക്കോ. വൈൻ്റെ അതേപോലെ നോക്കിക്കോ. ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടുക. 11ഉം 7ഉം കൂട്ടിയ എത്രടാ? 18. അതിലെന്ത് കുറയ്ക്കാതാ? ഇപ്പൊ എടുത്ത് കുറയ്ക്ക. 18 5 കുറച്ച എത്ര? 13. അത്രേ ഉള്ളൂ. ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടുക, അപ്പുറത്തുനിന്ന് കുറയ്ക്കുക. റെഡി അല്ലേ? അപ്പൊ എന്ത് വരും? നമ്മളെ കോർഡിനേറ്റ് കോർഡിനേറ്റ് എത്ര? 15,13. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണേ. ഇത് ഒരു മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ അത്. ഇനി ബി ക്വസ്റ്റ്യൻ. AC എന്ന വികരണത്തിന് നീളം കാണുക അല്ലെ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AC. അപ്പൊ AC എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഡയഗണൽ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ നീളം കാണാനല്ലേ പറഞ്ഞത്. ഈ ഡയഗണൽ ഇങ്ങനെ പോലെ AC. ഓക്കെ, അപ്പോ ഇതിന്റെ ലെങ്ത് ഇതിന്റെ നീളം കാണാൻ നമ്മൾ എന്താ കാട്ടുക? 2 കോർഡിനേറ്റുകൾ നമുക്ക് അറിയാം അല്ലെ. ഏതൊക്കെ അവിടുത്തെ കോർഡിനേറ്റുകൾ? അത് ഞാൻ ഇവിടെ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ് മക്കളെ നമ്മൾ ചെയ്യുന്നത്. ബി ക്വസ്റ്റ്യൻ ആണ്, കൂടെ നിൽക്കണേ. സെറ്റ് അല്ലേ? 7,5 പിന്നെ എന്താണ് 15,13 അല്ലെ. അപ്പൊ ഈ 2 കോർഡിനേറ്റുകൾ നമുക്കറിയാം. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാ പോരെ, അകലം കണ്ടാ പോരെ. അകലം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഓർമ്മ ഉണ്ടോ? പോട്ടെ അതന്നെ D = അകലം കാണാൻ D = റൂട്ട് ഓഫ് എന്താടാ x2 - x1 whole square plus y2 - y1 whole square. ഇത് കണ്ടു പേടിക്കാൻ നിൽക്കണ്ട, സിമ്പിൾ ആണ്. നേരെ കൊടുത്താൽ മതി. x1ഉം y1ഉം x2ഉം y2 എന്താന്ന് പറഞ്ഞാൽ നേരെ കൊടുത്താൽ പോരെ. ഇതാണ് എന്ത്? x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. ഇത്ര പണിയല്ലേ ഉള്ളൂ. ആദ്യത്തെ x1 y1, രണ്ടാമത്തെ x2 y2. അതിൽ നേരെ കൊടുത്താൽ മതി. നോക്കിക്കോ. ചെയ്യണേ. എന്താണ് x2 - x1? അപ്പൊ എന്ത് വരും? 15 മൈനസ് x1 എന്താ? 7 whole square പ്ലസ് എന്ത് വരും? y2 - y1 അല്ലേ. എന്താ? 13 - 5 whole square അല്ലേ. അപ്പൊ എന്ത് വരും? 15 നെയ്യ് കുറച്ചാൽ എത്രടാ? 15 നെയ്യ് കുറച്ചാൽ എത്ര വരും? 8 സ്ക്വയർ പ്ലസ് 13 5 പോയാല് ഇനി കയ്യും കാലും എടുക്കണം. എന്താ 13 5 പോയാൽ എത്രയാണ്? 8 സ്ക്വയർ അല്ലേ. 8ന്റെ സ്ക്വയർ എന്താ? 64 പ്ലസ് 64 ഈക്വൽ ടു റൂട്ട്
√128 സൈഡിൽ യൂണിറ്റ് എന്നിട്ടോളിട്ടോ, യൂണിറ്റ് ഇട്ടോളിയേ, യൂണിറ്റ് അല്ലേ. ഓക്കെ, ഇനി സി എം വിട്ടാലും കുഴപ്പമൊന്നുമില്ല. റെഡി ആണല്ലോ, ഡിസ്റ്റൻസ് കണ്ടല്ലോ. അപ്പൊ എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത്, ബി ക്വസ്റ്റ്യൻ ചെയ്ത്, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇത് കാണാതെ പഠിക്കണം, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ. സി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. എന്താണ് സി ക്വസ്റ്റ്യൻ? സി ക്വസ്റ്റ്യൻ എന്താ? സമാന്തരികത്തിന്റെ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുക അല്ലെ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇസ് ഡയഗണൽ. അതായത് ഈ പാരലോഗ്രാമിന് എന്താ, 2 ഡയഗണൽ ഉണ്ടാവില്ലടാ, 2 ഡയഗണൽ ഉണ്ടാവില്ലേ, ഇങ്ങനെ വരില്ലേ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇന്റർസെക്ഷൻ അല്ലേ. ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് ചോദിച്ചത്. അതെങ്ങനെയും കാണാം. അപ്പൊ എന്താ കാട്ടാ? ചിന്തിക്ക്. ഇതിന്റെ നമ്മൾ കൂട്ടിമുട്ടുന്ന ഇവിടുത്തെ കോർഡിനേറ്റ് ചോദിച്ചത്. ഞാൻ ഒരൊറ്റ കാര്യം നോക്കട്ടെ. ഇതിന്റെ മിഡ് പോയിന്റ് ആവൂലടാ. ഇതിന്റെ മിഡ് പോയിന്റ് ആവൂലേ? സെയിം ഇതിന്റെ മിഡ് പോയിന്റ് കറക്റ്റ് ആണിത് അല്ലേ. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു പോയിന്റിനെ നമുക്ക് ഇതിന്റെ കാണാം അല്ലെ. 10, ഇതിന്റെ രണ്ടിന് മിഡ് പോയിന്റ് കണ്ടാ പോരെ. എന്താ മിഡ് പോയിന്റ് മധ്യബിന്ദു അല്ലെ. ഇതിന്റെ മധ്യബിന്ദു കണ്ടാൽ മതി. അതാ കറക്റ്റ് വരിക. എന്താ 10,11, പിന്നെ എന്താ 12,7. ഇതിന്റെ മിഡ് പോയിന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? മധ്യബിന്ദു കാണാൻ എക്സിന്റെ കൂട്ടുക ബൈ 2, വൈന്റെ കൂട്ടുക ബൈ 2. നോക്കിക്കോ, അതായത് എക്സിന്റെ തമ്മിൽ കൂട്ടുക എന്താ 10ഉം 12ഉം കൂട്ടുക ബൈ 2. പിന്നെന്ത് കൂട്ടുക? വൈന്റെ തമ്മിൽ കൂട്ടുക 11. വൈന്റെ ഏതൊക്കെ? 11ഉം 7 അല്ലേ. 11ഉം 7ഉം കൂട്ടുക ബൈ 2. 10ഉം 12ഉം കൂട്ടിയാൽ എത്രയാണ്? 22 ബൈ 2. പിന്നെ 11ഉം 7ഉം കൂട്ടിയാൽ 18 ബൈ 2 അല്ലെ. 22 ബൈ 2 പറഞ്ഞാൽ എത്ര? 11 അല്ലേ. ഇത് 18/9 അല്ലേ. 11 കോമൺ. ഇതാണ് എന്ത്? അതിന്റെ അല്ലെ, ഇതിന്റെ ഇന്റർസെക്ഷൻ അല്ലെ. ഇതിന്റെ വികരണങ്ങൾ കൂട്ടിവരുന്ന അവിടുത്തെ ബിന്ദു ആണെന്ത്? 11 കോമൺ. ഓക്കെ, അവൾ ഒന്നും കൂടി പറയാണ്. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സി എന്ന ഇവിടുത്തെ ബിന്ദുവിന്റെ കോർഡിനേറ്റ് കാണാനല്ല. അത് ഞാൻ എന്താ പറഞ്ഞത്? ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടി അപ്പുറത്ത് നിന്ന് കുറച്ചാ പോരെ അല്ലെ. റെഡിയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എ സി എന്ന വികരണത്തിന്, എ സി എന്ന ഡയഗണലിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല എന്താ? √(x2 - x1² + y2 - y1²). നേരെ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് 128 കിട്ടും അല്ലെ. പിന്നെ സി ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ചിന്തിക്കാറുള്ളത്. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ രേഖകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇന്റർസെക്ഷൻ ഇവിടുത്തെ സൂചക സംഖ്യ എഴുതാനാ പറഞ്ഞല്ലേ. അപ്പൊ അത് കണ്ടാൽ നേരെ എന്ത് ചെയ്യുന്നത് മതി? കണ്ണും പൂട്ടി മിഡ് പോയിന്റ് കണ്ടാൽ മതി. മിഡ് പോയിന്റ് കാണാൻ ഇക്വേഷൻ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ എക്സ് കോർഡിനേറ്റ് കൂട്ടുക ബൈ 2, വൈ കോർഡിനേറ്റ് കൂട്ടുക ബൈ 2 ചെയ്ത അവസാനം 11 കോമൺ ആണ് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലടാ? എടാ മക്കളെ, റെഡി അല്ലടാ? ഇതുവരെ പറഞ്ഞൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.